ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. നമുക്കൊക്കെ അറിയുന്ന പോലെ ഒരുപാട് ലേറ്റ് ആയിട്ടാണെങ്കിലും SSC CPO നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മാസം 28 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഇപ്പോൾ ഇവിടെ ഇതിൽ വന്നിരിക്കുന്നത്. ഇപ്പം ഇതിൽ നമ്മൾ നോക്കുമ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഡേറ്റ് ആണ്. ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞു, 28. ഈ മാസം 28 ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. നിങ്ങൾ ഒരിക്കലും ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കരുത്. അതുപോലെ തന്നെ ഇപ്പം തന്നെ ചാടി കയറി ചെയ്യും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു 1 വീക്ക് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ രൂപങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്താൽ മതി. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം നിങ്ങൾക്ക് അറിയാം പഴയ വെബ്സൈറ്റിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റൂല, പുതിയ വെബ്സൈറ്റിൽ വേണം ചെയ്യാൻ. അപ്പം ആദ്യം ഓൺ ടൈം രജിസ്ട്രേഷൻ ആദ്യം തന്നെ ചെയ്തു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ CPO എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പം ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞത് 28 ആണ്. ഇനി പറയാനുള്ളത് ഇതിന്റെ ഓൺലൈൻ ഫീ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പഴയ പോലെ ഓഫ്ലൈൻ പേയ്മെന്റ് ഇല്ല, ഓൺലി ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് 29 ആണ് ലാസ്റ്റ് ഡേറ്റ്. 29 രാത്രി 11 മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈൻ പേയ്മെന്റ് നടത്താൻ പറ്റും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു കറക്ഷൻ ടൈം കൂടെ നിങ്ങൾക്ക് തരും. എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, 30യും 31st അതിന് വേണ്ടി യൂസ് ചെയ്യുക. അതിനൊരു എക്സ്ട്രാ പേയ്മെന്റ് കൂടെ ഉണ്ടാവും. പിന്നെ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം മെയിൻ ആയിട്ട് പറയാനുള്ളത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം. ഇതിൽ പറയാനുള്ളത് ഈ മെയ് മാസത്തിലാണ് വരുന്നത്. അതായത് 2 മാസം കൂടെ നിങ്ങൾക്ക് കിട്ടും. 9, 10, 13 ഈ 3 ഡേറ്റുകളിലാണ് എന്ത് ചെയ്യുന്നത്, CPO എക്സാം നടക്കുന്നത്. അത് മറക്കരുത്. 2 മന്ത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പം പിന്നീട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നിങ്ങൾക്ക് അറിയാം CPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി പോലീസിലേക്കും ആൻഡ് CAPF എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സസിലേക്കുള്ള എക്സാം ആണ്. ഇതിൽ മെയിൻ ആയിട്ടുള്ള എന്താണ് ഈ പറഞ്ഞ ഡയറക്റ്റ് എൻട്രി പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സബ് ഇൻസ്പെക്ടർ ആണ്, SI ആയിട്ടാണ് നിങ്ങൾ കയറുന്നത്. ഇതിലെ ബേസിക് പേ എന്ന് പറഞ്ഞാൽ എന്താണ്, 35,400 ആണ്. 35,400 രൂപ ബേസിക് ആയിട്ട് കയ്യിൽ കിട്ടും. അതായത് ഒരു ഇൻഹാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അലവൻസും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഇൻഹാൻഡ് എത്ര കിട്ടും, ഒരു 50 to 60,000 അറൗണ്ട് എന്തായാലും കയ്യിൽ കിട്ടും. ഓക്കെ, ഇത്രയാണ് അതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്. പിന്നെ മെയിൽസിൻ്റെതാണ്. പിന്നെ അതുപോലെ തന്നെ ഡൽഹി പോലീസ് ഫീമെയിൽസിനും ഈ പറഞ്ഞ സ്കെയിലൊക്കെ തന്നെയാണ്. അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഈ ഡൽഹി പോലീസിൽ മെയിലിലേക്കുള്ള ടോട്ടൽ വേക്കൻസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് 125 വേക്കൻസീസ് ഉണ്ട് എന്ത് നമ്മുടെ മെയിൽ കാൻഡിഡേറ്റ്സിന് ഡൽഹി പോലീസിൽ. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 61 ഉണ്ട്. ആൻഡ് അടുത്തത് പറയാനുള്ളത് CAPF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ടോട്ടൽ വരുന്നത് എത്രയാണ്, 4001 വേക്കൻസിയാണ് ടോട്ടലായിട്ട് ഉള്ളത്. വലിയൊരു ഹ്യൂജ് വേക്കൻസിയാണത്. അത് ഈ ഒരു അവസരം എല്ലാവരും വിനിയോഗിക്കുക. അതുപോലെ തന്നെ ഇവിടെ മെയിൽസിന് 3693 ആൻഡ് ഫീമെയിൽസിന് 398. ടോട്ടൽ 4001 വേക്കൻസി ഈ CAPF മാത്രമായിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ ഏജ് ലിമിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ പറയാനുള്ളത് 20 വയസ്സിനും 25 വയസ്സിനും ഇടക്കുള്ള ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാം എഴുതാൻ പറ്റും. അതായത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഡേറ്റിന് എനിക്ക് പറ്റൂല എന്നൊക്കെ ചെറിയ ഡൗട്ടൊക്കെ ഇനി വരും. അപ്പം അത്ര ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡേറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. 1999 ഓഗസ്റ്റ് 2-നും 2004 ഓഗസ്റ്റ് 1-നും ഇടയ്ക്ക് ജനിച്ച ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാം എഴുതാൻ പറ്റും. അതിൽ വേറെ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ 5 years റിലാക്സേഷൻ ഉണ്ട് എന്ത് SC/ST-കാർക്ക്. അതുപോലെ തന്നെ OBC-കാർക്ക് എന്തുണ്ട്, 3 years റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ 999 നിന്നും 5 കുറക്കുക. അതുപോലെ തന്നെ 999 നിന്നും 3 വർഷം കഴിഞ്ഞാൽ OBC-ക്കും. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എക്സ് സർവീസ്മെൻ എന്തുണ്ട്, ഒരു 3 years ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത് പറയാനുള്ളത് എസെൻഷ്യൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എനി ഡിഗ്രി, അതായത് നമ്മുടെ UGC അംഗീകരിച്ച ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി കയ്യിലുണ്ടായാൽ മതി. ഇതിൽ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം ഇപ്രാവശ്യം ലാസ്റ്റ് ഫൈനൽ സെം എഴുതുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ റിസൾട്ട് ഈ ഒരു ഡേറ്റിനകത്ത് വന്നാൽ മതി. 1/8/2024 മുമ്പായിട്ട് റിസൾട്ട്, ആ ഡേറ്റിനോ അതിന്റെ മുമ്പോ ആയിട്ട് റിസൾട്ട് വന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ആ ഒരു ഡേറ്റിനകത്ത് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടുണ്ടോ അത് മാത്രം മതി. റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചെറിയ ലെറ്റർ ഉണ്ടാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്ത് പറയാനുള്ളത് അപ്ലിക്കേഷൻ ഫീ ആണ്. SSCയുടെ എല്ലാ എക്സാമിനെയും പോലെ 100 രൂപ ഫീ ആണുള്ളത്. ഇനി ഫീ ഇല്ലാത്ത ആളുകളുണ്ട്. അതായത് ഫീമെയിൽസ്, SC/ST കാൻഡിഡേറ്റ്സിനൊക്കെ എന്താണ്, എക്സ് സർവീസ്മാന്, ഇവർക്കൊക്കെ എന്താണ് ഈ പറഞ്ഞ SSCയുടെ എല്ലാ എക്സാമും ഫ്രീ ആണ്. ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ CPO എക്സാമും അതുപോലെ തന്നെയാണ്. അതിലൊന്നും പ്രത്യേകിച്ച് ഒന്നും കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇനി എക്സാം സെന്റേഴ്സ് ആണ് പറയുന്നത്. എക്സാം സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ എക്സാമിനെയും പോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ സെന്റേഴ്സിലും ഒട്ടുമിക്ക എല്ലാ സ്റ്റേറ്റുകളിലും എന്തുണ്ട്, അതുപോലെ തന്നെ UTസിലൊക്കെ നമുക്ക് എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആണ്.
ഇതിലിപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ മാത്രമുള്ളതാണ്. കേരള കർണാടക റീജിയൻസിലെ ആകെ നമുക്ക് വരുന്നത് കേരളത്തിലുള്ള സെന്റേഴ്സ് ആണ് തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം ആൻഡ് കോഴിക്കോട്. ഇത്രയും സെന്റേഴ്സ് ഒക്കെ കേരളത്തിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന കേരളൈറ്റ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് നിങ്ങളുടെ അടുത്തുള്ള സെന്റേഴ്സിലൊക്കെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, KKR റീജിയൻ എന്ന് പറഞ്ഞാൽ കേരള കർണാടക റീജിയൻ എന്നാണ്. നമ്മളുടെ ഭാഗം ഒരിക്കലും എന്തല്ല സദേൺ റീജിയൻ അല്ല. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് KKR റീജിയനിലാണ്. പക്ഷേ എക്സാം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഏത് സെന്ററിലും, ഇന്ത്യയിലെ ഏത് സെന്ററിലും വേണമെങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെ എഴുതാവുന്നതാണ്. പിന്നെ പറയാനുള്ളത് എക്സാം പാറ്റേൺ ആണ്. എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള CGL അല്ലെങ്കിൽ CHSL പോലത്തെ എക്സാമുകളിൽ നിന്നുള്ള ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റീസണിങ് വരുന്നത് 50, എല്ലാ സെക്ഷനും 50 മാർക്ക്, 50 ക്വസ്റ്റ്യന് ആൻഡ് 50 മാർക്കാണ്. എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്. ബാക്കിയുള്ള എക്സാമിനെ പോലെ 25 ക്വസ്റ്റ്യന് 2 മാർക്ക്, ഓരോ ക്വസ്റ്റ്യന് 2 മാർക്ക് വീതമല്ല, 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്, അങ്ങനെ ടോട്ടല് 200 ക്വസ്റ്റ്യന് 200 മാർക്കാണ്. നെഗറ്റീവ് വരുന്നത് 0.25 ആണ്. എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ തന്നെ 1/4 ആണ് എന്ത് നെഗറ്റീവ് വരുന്നത്. ഇനി പറയാനുള്ളത് പേപ്പർ 2. പക്ഷേ ഈ പേപ്പർ 2 എഴുതുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പേപ്പർ 1ന് ശേഷം അത് പാസ്സായ ആളുകൾക്ക്, അതിന്റെ കട്ട് ഓഫ് കടന്ന ആളുകൾക്ക് ഉണ്ടാവും ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഈ ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ ആളുകൾക്ക് അത് പാസ്സായി കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, TET എഴുതാൻ വേണ്ടി പറ്റുള്ളൂ, പേപ്പർ 2 എഴുതാൻ പറ്റും. അപ്പം ഈ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈ നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഫിസിക്കൽ ടെസ്റ്റിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പം ഇതിൽ പറഞ്ഞാൽ പേപ്പർ 2 ആകെ ഇംഗ്ലീഷ് മാത്രമേ വരുന്നുള്ളൂ. 200 ക്വസ്റ്റ്യൻസിന്റെ ഒരു 2 hour എക്സാം. ഓക്കെ, 200 ക്വസ്റ്റ്യൻസ് 200 മാർക്ക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0.25 ആണ് എന്ത് നമ്മുടെ നെഗറ്റീവ് മാർക്കിങ്. ഇനി ഞാൻ പറഞ്ഞു നേരത്തെ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആൻഡ് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട്. അപ്പം ഈ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് വേണ്ടത് 170 ആണ് നമ്മുടെ മെയിൽ കാൻഡിഡേറ്റ്സിനുള്ളത്. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ SC/ST ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം 162.5 മതി. SC-കാർക്ക് മാത്രം, ST-കാർക്ക് മാത്രമാണ് 162.5. അതുപോലെ തന്നെ ഈ ഇവിടെ 154 ഫീമെയിൽസ് ആണെങ്കിൽ ST, ഇതൊക്കെ വളരെ ക്ലിയർ ആയി ഇത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എന്താണ് 157 ആണ്. പിന്നെ ഇതിലിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയല്ല. അപ്പം ഈ 170, 162.5. പിന്നെ മെയിൽസ് ആണെങ്കിൽ എന്തുണ്ട് ചെസ്റ്റ് എക്സ്പാൻഷനും എക്സ്പാൻഷൻ അല്ലാതെയുള്ള അളവുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത്രയൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ്, PET. ഈ PET പറഞ്ഞല്ലോ, നമ്മുടെ കേരള പോലീസിനൊക്കെ പോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ടെസ്റ്റുകൾ 5 ഉണ്ട്. പക്ഷെ ഇതിൽ ഏതെങ്കിലും 2 3 പരിപാടി ഇവിടെ ഇല്ല. ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ടെസ്റ്റുകളും പാസ്സായവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞ TET എഴുതാൻ വേണ്ടി വരും. അതായത് പേപ്പർ 2 ഇംഗ്ലീഷ് മാത്രമുള്ള പേപ്പർ 2 എഴുതണമെങ്കിൽ ഈ പറഞ്ഞ പേപ്പർ 1 പാസ്സായി ഫിസിക്കൽ ടെസ്റ്റ് കംപ്ലീറ്റ് പാസ്സായ ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ഈ പേപ്പർ 2ലേക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. ഓക്കെ, അതിലെല്ലാ ടെസ്റ്റുകളും പാസ്സാവണം. ഓക്കെ, ഇതിന്റെ ഈ അളവുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ മെയിൽസിനും ഫീമെയിൽസിനും, മെയിൽസിന് 5 ഉണ്ട്, ഫീമെയിൽസിന് 4 ഉള്ളൂ. അപ്പം ഒന്ന് ഓർത്തിരിക്കുക ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ പറയാനുള്ളത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അങ്ങനെ മെയിൻ ആയിട്ട് ഒന്നും പറയാനില്ല. ഇതിലിപ്പം ഈ ഒരു വിഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത്രയും ആളുകൾക്കൊന്നും ഈ നോക്കിനി, അതുപോലെ തന്നെ ഫ്ലാറ്റ് ഫുട്ട്, പിന്നെ വെരിക്കോസ് വെയിന്, പിന്നെന്താണ് സ്കിൻഡിനൈസ്, ഇത്രയും ആളുകൾക്കൊന്നും എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. CPO നോട്ടിഫിക്കേഷനെ കുറിച്ച് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് നിങ്ങൾ അറിയണമെന്ന ആളുകൾ എന്ത് ചെയ്യാം, നമ്മുടെ SSC വെബ്സൈറ്റ് കയറിയിട്ട് അവിടെ ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ജസ്റ്റ് ഇരുന്ന് വായിച്ചു നോക്കുക. എന്തായാലും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ വലിയൊരു വേക്കൻസി ഉള്ള, അതായത് നല്ല സാലറി സ്കെയിലുള്ള, അതായത് 35,000 ഇൻ ഹാൻഡ് ബേസിക് പേയ്മെന്റും 50 to 60,000 ഇൻ ഹാൻഡും ഷുവറായിട്ട് കൈ കിട്ടുന്ന ഒരു നല്ലൊരു വേക്കൻസി ഉള്ളൊരു നല്ലൊരു അവസരമാണിത്. ഇത് വിനിയോഗിക്കുക. അപ്പം ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ.